വിവേകാനന്ദ സ്വാമികളെ കുറിച്ചാണ്. കാരണം വിവേകാനന്ദന്റെ കുട്ടിക്കാലത്ത് വിവേകാനന്ദൻ ഒരു വികൃതിയായ കുട്ടിയായിരുന്നു. ഈശ്വരനൊന്നും വിശ്വസിക്കാതെ, കാരണം അനുഭവമല്ല. ഈശ്വര വിശ്വാസ ഇല്ലായ്മയും അല്ല അവിടെ പ്രശ്നം, അനുഭവമാണ് വിഷയം. അനുഭൂതി വിഷയമാണ് ഈശ്വരൻ എന്ന് നമ്മൾ അന്വേഷണ ബുദ്ധിയെ കണ്ടെത്തേണ്ട ഒരു മേഖലയായിരുന്നു. അന്ന് വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസരോട് ചോദിച്ചൊരു കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ അല്ല, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു, നിന്നേക്കാട്ട് വ്യക്തമായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതൊന്ന് കാട്ടിത്തരൂ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ബ്ലെസ്സിങ്സ് വിവേകാനന്ദന്റെ വന്നു ചേരുന്നത്. അങ്ങനെ അതോടുകൂടി അദ്ദേഹത്തിന് സംശയം തീർന്നു. പിന്നീട് ഒരു ടൂള് പോലെയായിരുന്നു വിവേകാനന്ദൻ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് കന്യാകുമാരി വരാനുള്ള കാരണം. ഒരു ദർശനത്തിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ചിക്കാഗോയിലേക്ക് പോയി. അവിടെ നിന്നാണ് അദ്ദേഹം വിശ്വവിഖ്യാതമായ പ്രഭാഷണമൊക്കെ നടത്തി ലോകപ്രസക്തി നേടുന്നത്. ഇനി അറിയപ്പെടാത്ത നിരവധി പേരുണ്ട്. ഇപ്പൊ അരവിന്ദ മഹർഷി ആയിക്കോട്ടെ, ഒരുവിധം സോഷ്യൽ ചിന്താഗതിയായിട്ട് പോയി നിന്ന് പോണ്ടിച്ചേരിയുള്ള അരവിന്ദാശ്രമം പോയി നിങ്ങൾക്ക് ഇന്ന് കാണാം. വിദേശികളാണ് അവിടെയൊക്കെ കയ്യേറിയിരിക്കുന്നത്. നമുക്ക് വേണ്ടതൊന്നും ഇന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദു ഫിലോസഫി പഠിക്കുന്നതൊക്കെ വിദേശികളാണ്. കുണ്ടലിനിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രഗത്ഭമായ ബുക്ക് എഴുതിയത് ജോൺ വുഡ്റൂഫാണ്. അതീന്ദ്രിയമായിരിക്കുന്ന ഒരു ശക്തിവിശേഷത്തെ കുറിച്ച് ഒരു വിദേശി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഇവിടെ ഒരു പതഞ്ജലി പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് പുച്ഛം. ഒരു രമണ മഹർഷി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പുച്ഛം. വിദേശികൾ പറഞ്ഞാൽ എന്തിനേയും കൈനീട്ടി സ്വീകരിക്കുന്ന മനുഷ്യർ സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് ആ സംസ്കൃതിയെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, അതിന് നമുക്ക് വാക്കുകളില്ല പറയാം. ഇനിയെങ്കിലും നിങ്ങളിതിനെ കുറിച്ച് മനസ്സിലാക്കുക, ബോധമായി മാറുക. ഈ നാട്ടിലാണ് ബൗദ്ധനും പിറന്നത്, ഈ നാട്ടിലാണ് എല്ലാ സംസ്കൃതിയും പിറന്നത്. ഇന്നും സനാതന ധർമ്മം നിൽക്കുന്നത് അനവധി യോഗിമാർ തപസ്സനുഷ്ഠിച്ച് ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. ഇന്നും പല ഹിമാലയങ്ങളിലും തിരുവണ്ണാമലയിലും പല ഭൂമിയിലും നിങ്ങൾ കാണാത്ത അത്രയും ആയുസ് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത്രയും 1000 വർഷം ഇന്നും ജീവിച്ചിരിക്കുന്ന സന്യാസിമാരുണ്ട്. ഇപ്പൊ മഹാവതർ ബാബാജിയൊക്കെ സൂക്ഷ്മമായിട്ട് സ്ഥൂലമായിട്ട് ഇന്നും അറിയുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അനുഭവമാണ് അറിവ്. അല്ലാണ്ട് പുസ്തകം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പാണ്ഡിത്യം നേടാമെന്നല്ലാതെ അനുഭവത്തിന് ഈ പുസ്തകത്തിന്റെ അറിവ് ആവശ്യമില്ല. കാരണം ശരീരത്തിൽ തൊട്ട ഒരു പൊള്ളുന്നൊരവസ്ഥയുണ്ട്. ആ പൊള്ളുന്ന അവസ്ഥ ഒരു അനുഭവമാണ്. ഒരു മധുരം നാക്കിന് ഒരു നുണഞ്ഞു കഴിഞ്ഞാൽ അത് മധുരിക്കും എന്നുള്ളത് ആ നാക്കിന്റെ അനുഭവമാണ്. ഇതുപോലെയാണ് ആധ്യാത്മികത. കൊള്ളേണ്ടതിനെ കൊള്ളാനും തള്ളേണ്ടതിനെ തള്ളാൻ നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല. ഇനി ഇത് പഠിക്കണം. വിമർശനമാ എന്ന വേണം. യുക്തിചിന്തകളോട് കൂടി തന്നെയാണ് ഋഷിമാർ പറഞ്ഞത്. അതുകൊണ്ടാണ് സാഖ്യയോഗവും ന്യായം, യോഗം, മീമാംസ, വേദാന്തം എന്ന് തുടങ്ങിയ ഷഡ്ദർശനങ്ങളുണ്ടായത്. ഷഡ്ദർശനങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കരമായ യുക്തിവാദം കാണാം. നമ്മളിവിടെ ഒരു ചാർവാകനെ സൃഷ്ടിച്ചു, തള്ളിയില്ല. ന്യായദർശനം എഴുതിയ ഗൗതമനെ നമ്മൾ സ്വീകരിച്ചു. യോഗം എഴുതിയ പതഞ്ജലിയെ നമ്മൾ സ്വീകരിച്ചു. വ്യാസനെയും സ്വീകരിച്ചു. നമ്മൾ ഒരു മുത്തുപോലെയായിരുന്നു ഇവിടെ വർത്തിച്ചിരുന്നത്. കാലാനുസൃതമായിരിക്കുന്ന പ്രതിസന്ധികൾ അധികാരത്തിന്റെ മേലുണ്ടായിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അത് എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉപാസിച്ച ആ ശക്തി സ്രോതസ്സായ കുണ്ടലിനി ഉപാസന എന്ന് നഷ്ടപ്പെട്ടു. അതോടുകൂടിയാണ് ഭാരതം കീഴ്പോട്ട് പോയത്. അത് വൈദേശിക ആക്രമണം ആവാം, പിന്നെ സ്വദേശത്തിന്റെ സ്വാർത്ഥമോഹങ്ങളാവാം. നമ്മുടെ ദേശത്ത് തന്നെ നമ്മൾ പറഞ്ഞിരിക്കല്ലോ, ബ്രാഹ്മണന്മാരും നമ്മൾ ആധിപത്യം ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം അവർ അതിന്റെ അനുഭവം അറിഞ്ഞപ്പോൾ അവർ കൈയടക്കാൻ ശ്രമിച്ചിട്ട് ഇല്ല എന്നല്ല. അതിന് ആരാണ് ബ്രാഹ്മണൻ? ബ്രാഹ്മണൻ ഒരു ജാതിയല്ല, നമ്മളുടെ കഴിവുകൊണ്ട് നേടിയെടുക്കുന്ന ഒരു ഉയർന്ന അവസ്ഥയാണ് ബ്രാഹ്മണൻ. കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം, ജന്മം കൊണ്ട് ശൂദ്രനാണ് എല്ലാവരും. അങ്ങനെയാണെങ്കിൽ പൂണൂലിട്ട് ഭഗവാൻ നേരത്തെ ഇറക്കിയാൽ പോരെ? എന്തിനാണ് ഇവിടെ ഒരു ഉപനയന കർമ്മം വെച്ചിരിക്കുന്നത്? നിങ്ങളുള്ള വാസനകളെ ഗുരു ഈഗോയെ അച്ചടക്കുകയാണ് ഉപനയനത്തിലൂടെ. അതൊരു അച്ചടക്കത്തിന്റെ സിമ്പലാണ്. ഇതൊക്കെ നമ്മൾ ഒരു ഗുരുമുഖത്തുനിന്ന് ആ ഗുരുമുഖത്തിന്റെ കീഴിൽ വിദ്യാവിനയ സമ്പന്നനായി ഇന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഗുരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇയാൾ ഉയർന്ന അവസ്ഥയിൽ പോയ ആളാണോ, ഇയാൾ വെറും തട്ടിപ്പാണോ എന്നൊക്കെ നമുക്ക് വരച്ചു നോക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്, ഭാരതം നൽകുന്നുണ്ട്.
ഇങ്ങനെയൊക്കെ ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിന്റെ പാദങ്ങൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാദങ്ങൾ ഇരുന്ന് പഠിക്കാൻ നടക്കും നമുക്ക് കുറച്ചില്ല. നമ്മളെന്തോ താണുപോയി എന്നൊക്കെ തോന്നും. അതറിയാത്തത് കൊണ്ട്. അത് അറിയണമെങ്കിൽ അത് ഒരു ഗുരുമുഖത്ത് പോയി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പാദം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉയർന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് രാമായണത്തിലൊക്കെ രാമന്റെ ശിരസ്സും തലയിലേണ്ടി നടന്നു ഭരതൻ നടന്നു എന്നൊക്കെ പറയാൻ കാരണം അതാണ്. അതൊക്കെ ഉയർന്ന അവസ്ഥയിലുള്ളതാണ് സംഭവങ്ങൾ. അപ്പൊ നമുക്ക് വളരെ കുണ്ടലി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വിഷയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പലതും നമ്മൾ പറഞ്ഞു. അതൊക്കെ വാഗ്ദേവത നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്തു വന്നതല്ല. ആ ദേവത നമ്മൾ നാവിലൂടെ എന്താണോ പറയുന്നത് അത് നമ്മൾ പുറത്തു പറയുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ പാണിനിയെ പോലുള്ള മഹാന്മാരൊക്കെ അങ്ങനെയാണ്. പാണിനിയൊക്കെ വളരെ മോശമായിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിരുന്നു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ശിഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഭക്തിയും ആ സമർപ്പണവും കൊണ്ട് അദ്ദേഹം വലിയ വലിയ അഷ്ടാധ്യായി പോലത്തുള്ള മഹാകൃതികൾ ഉണ്ടായി. ഞാൻ പറഞ്ഞിരിക്കുന്ന ശിവന്റെ ഡക്കയിൽ നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. മാഹേശ്വര സൂത്രം, ഞാൻ പറഞ്ഞിരിക്കുന്ന നാദം, അങ്ങനെയാണ് ഇവർ ഗ്രഹിച്ചത്. ഈ ഋഷിമാർ ഈ വാക്കുകളെ ക്രമത്തിൽ നമുക്ക് തന്നത് ഇതെവിടെ നിന്നുണ്ടായി? അക്ഷരപ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടി. എങ്ങനെ? സാധകനയുടെ ഉയർന്ന അവസ്ഥയിലെത്തിയ സമയത്ത് നമുക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്, അതിന്റെ അപ്പുറത്തുള്ള ശബ്ദം കേൾക്കാൻ സാധാരണ മനുഷ്യന് പറ്റാറില്ല. എന്നാൽ ചില പട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ പറ്റും. അവർക്ക് അതീന്ദ്രിയ ജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് സുനാമി അതുപോലുള്ള സാധനം വരുമ്പോൾ ഇവർ ഒരിടുന്നത്. കെട്ടിയിട്ടില്ലെങ്കിൽ അവരൊക്കെ ആ നാട് വിട്ടു പോകും. കാരണം അത്രയും അവർക്ക് ആ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. മനുഷ്യന് അതിനപ്പുറം പോകാൻ പറ്റും. പക്ഷെ മനുഷ്യൻ പരിശ്രമിക്കാത്തത് കൊണ്ട് ഈ 5 ഇന്ദ്രിയങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കും. നാക്ക്, രുചി, മണം, കാഴ്ച, സ്പർശം ഇത്യാദി ഇതൊക്കെ വാസനകളാണ്. ഇതിനെ ഒരു മിതമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉയർന്ന അവസ്ഥയിലേക്ക് പോകാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.